നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി വെളിച്ചം പകരാൻ തുടങ്ങുമ്പോൾ ആ വെളിച്ചം നിങ്ങൾക്കും ജീവിതപാതയിൽ തുണയാകും. നിങ്ങൾക്ക് കൊടുങ്കാറ്റിനെ ശമിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ള ശ്രമം നിർത്തുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് സ്വയം ശാന്തമായിരിക്കുക എന്നതാണ്. കൊടുങ്കാറ്റ് അതിൻ്റെ സമയമാകുമ്പോൾ കടന്നു പോകും. കഴിയുമെങ്കിൽ ഒരു പുഞ്ചിരി നൽകുക. സ്നേഹിക്കുന്നുവെങ്കിൽ ആത്മാർത്ഥമായി സ്നേഹിക്കുക. ഇരുളിൽ അകപ്പെട്ടവർക്ക് നിങ്ങൾക്ക് കഴിയും വിധം വെളിച്ചം നൽകുക. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല. ഒരു വടി ഊന്നി നിങ്ങൾ അതിന് പിന്നാലെ പോവുക തന്നെ വേണം. ആരുമില്ലാതിരുന്നാലും നമുക്ക് കൂട്ടായി നാം തന്നെയാണ് ഉണ്ടാവുക എന്ന് ഓർമ്മ വേണം. നമ്മുടെ സ്വപ്നങ്ങളും ഇഷ്ടങ്ങളും അറിഞ്ഞ് ജീവിതത്തെ ആഘോഷമാക്കി മാറ്റുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. എല്ലാം സ്വയമേ ആരംഭിക്കുക. എത്ര മോശം ജലത്തിലും താമര വിരിയുന്നു. അതുപോലെയാണ് മനുഷ്യ ജീവിതവും. മൂല്യങ്ങളുള്ള ആളുകൾ എവിടെ പോയാലും മലിനമാവുകയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന അതിഥികളെ പോലെയാണ് വികാരങ്ങളും. അവ നിങ്ങളിലേക്ക് വരികയും പോവുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നിങ്ങളുടെ കൂടെ കൂട്ടരുത്. നിങ്ങൾക്ക് സ്വപ്നം കാണാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാനും കഴിയും. വെറും സ്വപ്നങ്ങൾ കാണാൻ മാത്രമുള്ളതാകരുത് നമ്മുടെ ജീവിതം. നിങ്ങൾ നൽകുന്ന സ്നേഹവും ബഹുമാനവും അതേ രീതിയിൽ മടക്കി നൽകാത്തവരോട് ബന്ധം സ്ഥാപിക്കരുത്. അത് സ്നേഹബന്ധമായാലും സുഹൃത്ത് ബന്ധമായാലും അർഹിക്കുന്നവർക്ക് മാത്രമേ നിങ്ങളുടെ സമയവും ഊർജവും നൽകുക. ചിന്തകളുടെ ശക്തി തിരിച്ചറിയാതെ പോകരുത്. ഓരോ ദിവസവും നാം എന്താണോ ചിന്തിക്കുന്നത് കാലക്രമേണ നാം അതായി മാറും. പലരും ചിരിച്ചുകൊണ്ട് ജീവിക്കുന്നത് എല്ലാം തികഞ്ഞതുകൊണ്ടല്ല, ഉള്ളിൽ കരയുമ്പോഴും മുഖത്ത് ചിരി വരുത്താൻ പഠിച്ചതുകൊണ്ട് മാത്രമാണ്. നല്ലതാണെന്ന് ബോധ്യമായാൽ ശക്തമായി അടിയുറച്ച് വിശ്വസിക്കുക. എങ്കിൽ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവർക്ക് മുന്നിൽ വിജയിക്കാൻ സാധിക്കും. വിഡ്ഢികളോട് വാദപ്രതിവാദം നടത്തുന്നത് നിങ്ങളുടെ കവിളിലെ കൊതുകിനെ അടിക്കുന്നത് തുല്യമാണ്. അത് ചാകുമോ ഇല്ലയോ എന്നത് സംശയമാണ്. എന്നാൽ നിങ്ങൾക്ക് വേദനിക്കുമെന്നത് ഉറപ്പായ കാര്യമാണ്. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെ ആയിരിക്കണം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന സ്നേഹബന്ധങ്ങൾ. എല്ലാ സൗഹൃദത്തിനു പിന്നിലും ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യമെങ്കിലും ഉണ്ടാകും. സ്വാർത്ഥ താല്പര്യമില്ലാത്ത സൗഹൃദം ഇല്ല എന്നുള്ളത് കയ്പുള്ള ഒരു സത്യമാണ്. സമ്പത്തിൻ്റെ പേരിലോ സൗന്ദര്യത്തിൻ്റെ പേരിലോ മറ്റു എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് നമ്മളെ തരം താഴ്ത്തുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക. പുറം ലോകത്ത് ഉണ്ടാകുന്നതിനേക്കാളും ശക്തരായ ശത്രുക്കൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അവയാണ് ദേഷ്യം, വൈരാഗ്യം, അസൂയ, വെറുപ്പ് തുടങ്ങിയവ. നിങ്ങൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും വിശ്വസിക്കരുത്. ഏതൊരു കഥയ്ക്ക് 3 വശങ്ങളുണ്ട്. 1 അവരുടെ ഭാഗത്തു നിന്നുള്ള കഥ, 2 നിങ്ങളുടെ കഥ, 3 യഥാർത്ഥ സത്യം. നല്ലത് മാത്രം ചിന്തിക്കുവാൻ ശ്രമിക്കുക. എന്നാൽ മനസ്സ് നന്നാകും. മനസ്സ് നന്നായാൽ പ്രവൃത്തിയും അതിലൂടെ വ്യക്തിയും നന്നാവും. വ്യക്തി നന്നായാൽ കുടുംബവും അങ്ങനെ സമൂഹവും നന്നാവും. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാവുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയില്ലെന്ന് മറ്റുള്ളവർ പറയുന്ന കാര്യം ചെയ്യുന്നതാണ് ജീവിതത്തിലെ സന്തോഷങ്ങളിൽ ഏറ്റവും വലുത്. മറ്റാർക്കു വേണ്ടിയും നമുക്ക് ചിന്തിക്കാനാവില്ല. കാരണം നമ്മുടെ മനോഭാവത്തിൻ്റെ നിയന്ത്രണം നമുക്ക് തന്നെയാണ്. പുഞ്ചിരിയും നിശബ്ദതയും 2 ശക്തമായ ഉപകരണങ്ങളാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുഞ്ചിരിയും പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിശബ്ദതയും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്മാനം. സംതൃപ്തിയാണ് ഏറ്റവും വലിയ സമ്പത്ത്. വിശ്വസ്തതയാണ് ഏറ്റവും നല്ല ബന്ധം. കുറ്റങ്ങളും കുറവുകളും ഇല്ലാത്ത മനുഷ്യരില്ല. സന്തോഷവും സങ്കടവുമില്ലാത്ത ജീവിതവുമില്ല. ഉള്ളത് എന്താണോ അതിൽ സന്തോഷം കണ്ടെത്തുക. അപ്പോൾ ജീവിതം സുന്ദരമായി മാറും. ആളുകളെയും വസ്തുക്കളെയും കുറിച്ചുള്ള നിങ്ങളുടെ മുൻധാരണ യാഥാർത്ഥ്യം മറച്ചു നിർത്തുന്നു. എല്ലാ മുൻധാരണകളും
ഒടുവിൽ വലിയ തെറ്റിദ്ധാരണകളായേക്കാം.